ഇറാൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. അതായത് ഇസ്രായേൽ യുദ്ധത്തിന് മുതിർന്നാൽ ഞങ്ങളും യുദ്ധത്തിന് തന്നെയാണ്, ഇനി പിന്നോട്ടില്ല എന്ന നിലപാട് ഇറാൻ സ്വീകരിക്കുകയാണ്. അങ്ങനെ ഇറാൻ സ്വീകരിക്കുമ്പോൾ ഇത് ഇറാന്റെ തകർച്ചയുടെ തുടക്കമല്ലേ? അങ്ങനെ വേണം പറയാം. അയത്തുള്ള അലി ഖമനയി എന്ന് പറയുന്ന ഇറാൻ്റെ പരമോന്നത നേതാവ് പറയുകയാണ്, ഞങ്ങളെ നിർബന്ധപൂർവ്വം യുദ്ധമോ സമാധാനമോ ആരെങ്കിലും അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അവരോട് പോയി പണി നോക്കുക എന്ന് പറയും. സയനിസ്റ്റ് ഭരണകൂടത്തോട് ഞങ്ങൾ ഒരു ദയയും കാണിക്കില്ല. ഞങ്ങൾക്ക് നേരെ യുദ്ധത്തിന് വന്നാൽ ഞങ്ങൾ യുദ്ധം ചെയ്യും, ഞങ്ങൾക്ക് നേരെ ബോംബുമായിട്ട് വന്നാൽ തിരിച്ച് ഞങ്ങൾ ബോംബാക്രമണം നടത്തും. ഇതൊക്കെ പറയുന്നത് ആരാ? ബങ്കറിനുള്ളിൽ ഇരുട്ടുമുറിക്കുള്ളിൽ ഒളിച്ചിരുന്നുകൊണ്ട് അയത്തുള്ള അലി ഖമനയി എന്ന് പറയുന്ന നേതാവ് പറയാം. കാരണം അയാൾക്ക് പേടിയായിപ്പോയി. അയാൾ കുടുംബസമേതം മകൻ മൊജ്തബ ഖമേനിയുണ്ട്. ഇവർ രണ്ടുപേരും എവിടെയാണെന്ന് അറിയില്ല, എവിടെയൊക്കെയോ ബങ്കറിനുള്ളിലേക്ക് മാറി മാറി കഴിയുന്നു. രാജവംശം തന്നെ ഇവർക്കെതിരെ രംഗത്തെത്തുന്നുണ്ട്. കാരണം ഇവരുടെ പ്രശ്നം ഇപ്പം എന്താ? കുടുംബത്തെ രക്ഷിക്കണം, തൻ്റെ ജീവൻ രക്ഷിക്കണമെന്നാണ് 86 വയസ്സുകാരനായ അയത്തുള്ള അലി ഖമനയുടെ ആഗ്രഹം. 35 വർഷത്തിലധികമായി ഇറാൻ്റെ ഭരണം കൈയാളുന്ന ഖമനയ്ക്ക് ഇപ്പോഴും അത് വിട്ടുകൊടുക്കാൻ കഴിയുന്നില്ല. ഡൊണാൾഡ് ട്രംപ് കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു, ഞങ്ങൾ ഇതുവരെ ഇസ്രയേലിനെ സഹായം ചെയ്തിരുന്നില്ല എന്ന് നേരത്തെ പറഞ്ഞ ഡൊണാൾഡ് ട്രംപ് 48 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നിലപാട് മാറ്റി. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ എല്ലായ്പ്പോഴും ഇസ്രായേലിനെ സഹായിച്ചിട്ടുണ്ട്, ഇനിയും ചിലപ്പോൾ ഇസ്രായേലിൻ്റെ കൂടെ നിന്നിരിക്കും. അതുകൊണ്ട് സമയം വൈകിട്ടില്ല, എത്രയും പെട്ടെന്ന് നീട്ടി വെച്ചിരിക്കുന്ന ഈ നെതന്യാഹുവിൻ്റെ കാലുണ്ടല്ലോ, അതേ പോയി പിടിച്ചാൽ പ്രശ്നം തീർക്കാം. ഇതാണ് പറയുന്നത്. അങ്ങനെ ഒരു നീക്കം ഈ പറയുന്ന ഇറാൻ നടത്തുമെന്ന് നമുക്ക് സംശയമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇസ്രായേലിൻ്റെ നേരെ ഇറാൻ വീണ്ടും ആക്രമണം കടുപ്പിക്കുന്നുണ്ട്. അവർ ഉപയോഗിക്കുന്നത് ഫത്ത മിസൈലാണ്. ഈ ഫത്ത മിസൈൽ എന്ന് പറയുന്നത് ഓപ്പണർ എന്നാണ് പറയുന്നത്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ദിശയോ അല്ലെങ്കിൽ വേഗതയോ മറ്റ് രാജ്യങ്ങൾക്ക് കണക്ക് കൂട്ടാൻ കഴിയാത്തത്ര വേഗതയിൽ ആക്രമണം നടത്താൻ കഴിയുന്ന ഫത്ത മിസൈൽ ഞങ്ങൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത് ഞങ്ങളുടെ മാത്രം പ്രത്യേകതയുള്ള ഹൈപ്പർസോണിക് മിസൈലാണെന്നാണ് പറയുന്നത്. ഈ ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിന് കേടുപാടുകൾ പറ്റി, ജെറുസലേമിന് കേടുപാടുകൾ പറ്റി, ടെല്ലവീവിൽ ചില ആക്രമണങ്ങളൊക്കെ നടത്തി. അതൊക്കെ പ്ലസ് പോയിൻ്റാണ്. പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തിയും 25 സ്ഥലങ്ങളിലേക്ക് 50ഓളം വിമാനങ്ങൾ വന്ന് ആക്രമണം നടത്തിയെന്നതിൻ്റെ വാർത്തകളും പുറത്തു വരുന്നത്. ഈ ഇതിൻ്റെ ഇടയ്ക്കാണ് ഈ അണുവികിരണമൊക്കെ സംഭവിക്കുന്നു ടെഹ്റാനിൽ എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ടല്ലോ. അതെന്താ കാര്യം? നേരത്തെ തന്നെ ഇസ്രായേലിൻ്റെ ആക്രമണം അവരുടെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു. ഈ ആണവ കേന്ദ്രം എന്ന് പറയുന്നത് നദാൻസ് മേഖലയാണ് ലക്ഷ്യമിട്ടത്. അപ്പോൾ നദാൻസിൽ ആണവ ആയുധങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ട് എന്നൊക്കെയാണ് ചിന്തിച്ചത്. പക്ഷേ മൊസാദ് നടത്തിയ ഓപ്പറേഷനിലൂടെ, മൊസാദ് നടത്തിയ അന്വേഷണത്തിലൂടെ ഒരു കാര്യം വ്യക്തമാക്കി, അവിടെയല്ല, ഗ്രാമീണ മേഖലയായ ഫൊർദോയിലാണ് ഈ ആണവായുധങ്ങളെല്ലാം സംഭരിച്ചു വച്ചിരിക്കുന്നത്. ഫൊർദോ എന്ന് പറഞ്ഞാൽ ഒരു പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന, മലനിരകളാൽ മൂടപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശം. ഇതിൻ്റെ മലനിരകൾ തുരന്ന് ഏതാണ്ട് 200 അടിയോളം താഴ്ചയിൽ വലിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഈ കെട്ടിടങ്ങൾ അവിടെ ഉണ്ട് എന്നത് സംബന്ധിച്ച് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിക്ക് സംശയമുണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ പരിശോധന നടത്താനായിട്ട് ഇവർ പോകുമ്പോൾ അവിടെ വലിയൊരു സ്ഫോടനം നടക്കുന്നു. അവിടെ ഒരു ഞങ്ങളുടെ ഗവേഷണ സ്ഥാപനം പ്രവർത്തിക്കുകയായിരുന്നു, അവിടെ സ്ഫോടനം ഉണ്ടായി എന്നൊക്കെ ഇറാൻ അന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അന്ന് അധികം ആരും ശ്രദ്ധ കൊടുത്തിരുന്നില്ല. അന്ന് അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ഒബാമ ഇടപെട്ടുകൊണ്ട് ഒരു ചർച്ചയൊക്കെ നടത്തുകയും തുടർന്ന് 5 ശാക്തീയ രാജ്യങ്ങളുമായിട്ട് ഒരു കോംപ്രമൈസ് മീറ്റിംഗ് നടത്തി. അതായത് റഷ്യ, ചൈന, ഫ്രാൻസ്, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ടൊക്കെ ചർച്ച നടത്തിയിട്ട് പറഞ്ഞു, ഞങ്ങളിവിടെ അത്തരം പരീക്ഷണങ്ങൾ നടത്തുന്നില്ല. 20% സമ്പുഷ്ടീകരിച്ച ആണവ ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള യുറേനിയം ഉണ്ടായാൽ UN-നുള്ള വാഗ്ദാന ലംഘനമാവും. ഇതൊക്കെ പറഞ്ഞ് ഇത്രയും നാൾ ലോകത്തിൻ്റെ, ഇസ്രയേലിൻ്റെ, അമേരിക്കയുടെയൊക്കെ ചാരക്കണ്ണുകളെ വെട്ടിക്കുകയായിരുന്നു ഇറാൻ ചെയ്തത്. അപ്പോൾ ഫൊർദോയിലേക്ക് ആക്രമണം നടത്താനുള്ള ശ്രമം വരുന്നതുകൊണ്ട് തന്നെയാണ് നദാൻസിൽ നിന്ന് ആണവ വികിരണം ഉണ്ടാകുന്നതെന്ന് പറയുന്നത്. അപ്പം ആണവ വികിരണം പുറത്തേക്ക് വന്നാൽ ലോകരാശിക്ക്, മാനവരാശിക്ക് അത് വലിയ ഭീഷണിയാണ്. അപ്പോൾ ആ കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഫൊർദോയിൽ ആക്രമണം നടത്തില്ല. അപ്പോൾ ഫൊർദോ എന്ന് പറയുന്ന മേഖലയിൽ ഭൂമിക്കടിയിൽ നിന്ന് 200 മീറ്ററോളം താഴെ ആക്രമണം നടത്തണം. ഇങ്ങനെ ആക്രമണം നടത്തണമെങ്കിൽ അതിനുപയോഗിക്കുന്ന മിസൈൽ ബങ്കർ ബസ്റ്റർ മിസൈലാണ്. ഏതാണ്ട് 30,000 പൗണ്ട് വരെ ഭാരം വരാം. ഈ 30,000 പൗണ്ട് ഭാരമുള്ള ബോംബുകൾ വഹിക്കാൻ സാധാരണ യുദ്ധവിമാനങ്ങൾക്ക് കഴിയില്ല. അത് അമേരിക്കൻ നിർമ്മിതമായ, അമേരിക്ക മാത്രം യൂസ് ചെയ്യുന്ന യുദ്ധവിമാനങ്ങൾക്കേ കഴിയുള്ളൂ. അങ്ങനെയുള്ള വിമാനങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ ഒരു ആക്രമണം നടത്തിയാൽ 200 മീറ്റർ അടിയിലേക്ക് ഈ മിസൈലുകൾ തുളച്ചു കയറും. എന്നിട്ട് എവിടെയാണോ ലക്ഷ്യസ്ഥാനം അവിടെ എത്തിയിട്ടേ പൊട്ടിത്തെറിക്കൂ. അത്തരത്തിലുള്ള ബങ്കർ ബസ്റ്റർ മിസൈലുകളുള്ളത് അമേരിക്കയ്ക്ക് മാത്രം
മാത്രമാണ്. അപ്പോൾ ഇസ്രയേൽ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് അത്തരം മിസൈലുകൾ വേണം, എങ്കിൽ മാത്രമേ ഫൊർദോയിലെ അവരുടെ ആണവ ഗവേഷണ കേന്ദ്രത്തെ തകർക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ആക്രമണത്തിന് ഏത് നിമിഷവും ഞങ്ങൾ തയ്യാറാകുമെന്ന് അമേരിക്കയും നിലപാട് വ്യക്തമാക്കി. മാത്രമല്ല ഡീഗോ ഗാർഷ്യ എന്ന് പറയുന്ന ദ്വീപ് കേന്ദ്രീകരിച്ച് B-2 സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങളെത്തി. ഈ B-2 സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങളും ഇത്തരത്തിലുള്ള ബങ്കർ ബസ്റ്റർ ആക്രമണങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വിമാനങ്ങളാണ്. ഇതാണ് അമേരിക്കയുടെയും അവകാശവാദം. അതുകൊണ്ടാണ് അയത്തുള്ള അലി ഖമനേയി ഇപ്പോൾ നിലപാട് മാറ്റിയിട്ട് പറയുന്നു, ഞാൻ ജനങ്ങളെ ടെലിവിഷനിൽ അഭിസംബോധന ചെയ്യും. അപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നു. പക്ഷേ ഇയാൾ വന്നില്ല. പകരം ഇയാൾ എഴുതി കൊടുത്ത ഒരു കുറിപ്പ് വായിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇസ്രയേലിനെ എങ്ങനെയും നമ്മൾ പരാജയപ്പെടുത്തും, അതിന് വേണ്ട എല്ലാ അധികാരങ്ങളും ഇറാൻ റവല്യൂഷണറി ഗാർഡ് എന്ന് പറയുന്ന അവിടുത്തെ സൈനിക വിഭാഗത്തിന് കൈമാറി. അതായത് ഇനിയൊരു ആക്രമണം നടത്തണമെങ്കിൽ, പ്രതിരോധം നടത്തണമെങ്കിൽ അയത്തുള്ള അലി ഖമനേയി എന്ന് പറയുന്ന സർവ്വ സൈന്യാധിപൻ അല്ലെങ്കിൽ ഈ പറയുന്ന മത നേതാവിൻ്റെ അടുത്ത് ചർച്ച ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇയാൾ ബങ്കറിൽ ഒളിച്ചിരിക്കുന്നു, മുഴുവൻ നിയന്ത്രണവും ആർമിക്ക് കൊടുത്തു എന്നാണ്. അത്തരമൊരു നീക്കം നടത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇസ്രയേലും ഇറാനുമായിട്ടുള്ള സംഘർഷം വീണ്ടും നീണ്ടുപോകാൻ സാധ്യത. നിലവിൽ അമേരിക്ക പുറത്തുവിടുന്ന വിവരം അനുസരിച്ച് 485 ഇറാൻകാരാണ് ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇതിൽ 125 പേരും സൈനികരാണ്. അതുപോലെ തന്നെ ഇറാൻ ആക്രമണത്തിൽ ഇസ്രയേലിലെ 100-ലധികം പേരും കൊല്ലപ്പെട്ടു. അപ്പോൾ ആക്രമണം വീണ്ടും തുടരുന്നു, ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുന്നു. യുദ്ധം നീളുന്നത് ഇരു രാജ്യങ്ങൾക്കും ദോഷകരമാകുമെന്ന് ഉറപ്പല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഇതിൽ ഒരുപാട് സിവിലിയൻസ് കൊല്ലപ്പെടും. അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു തെറ്റും ചെയ്യാത്തവരാണ്. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ നിലനിൽപ്പിന് വേണ്ടി പൊരുതുന്ന ഒരു രാജ്യമാണ്. മറ്റേത് മതത്തിന് വേണ്ടി പൊരുതുന്ന ഒരു രാജ്യവും. ഈ ഹിസ്ബുള്ളയും ഹൂത്തികളെയും പിന്നെ ഹമാസിനെയും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഭീകരവാദത്തെ വളർത്തിക്കൊണ്ട്, അതായത് മറ്റൊരു പാകിസ്ഥാൻ, അതാണ് ഇറാൻ എന്ന് പറയുന്നത്. ആ ഇറാൻ ഇസ്രായേലിനോട് പൊരുതുമ്പോൾ, അമേരിക്ക ഇസ്രായേലിനോടൊപ്പം നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും വിജയം ഇസ്രായേലിന് തന്നെയായിരിക്കും. പക്ഷേ ഇതിൻ്റെ മൂലം ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ പശ്ചിമേഷ്യ മുഴുവൻ ഒരു യുദ്ധക്കളത്തിലേക്ക് മാറും. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏത് സമയം യുദ്ധമുണ്ടാകുമെന്നുള്ള ഒരു ആശങ്ക നമുക്കുണ്ട്, അസീം മുനീറിൻ്റെ ചില വാക്കുകളിലൂടെ. അതുപോലെ തന്നെയാണ് ഇറാനും ഇസ്രായേലും തമ്മിൽ. അവിടെ ജീവിക്കുന്ന ജനങ്ങളുടെ ഒരു മാനസികാവസ്ഥയുണ്ട്. ഈ യുദ്ധം എന്ന് അവസാനിക്കുമെന്നറിയില്ല, അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയുണ്ട്. അമേരിക്ക ഒരു മധ്യസ്ഥത വഹിക്കാൻ ഇറാനിലേക്ക് എത്തിയിട്ട് പോലും ഇറാൻ അതിന് സമ്മതിക്കുന്നില്ല എന്ന് കരുതുമ്പോൾ ഇറാനെ നമ്മൾ നിസ്സാരമായി കാണേണ്ട ആവശ്യമില്ല. അവരും കൃത്യമായ പ്ലാനിങ്ങോടെ തന്നെയായിരിക്കും ചിലപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതും മുന്നോട്ട് നീങ്ങുന്നതും. അപ്പോൾ ഇനി ഏത് തരത്തിലായിരിക്കും ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഇറാനെ പൂർണ്ണമായും തകർക്കുന്ന ഒരു നടപടി ഉണ്ടാകുന്നത്, അമേരിക്കയുടെ സപ്പോർട്ട് കൂടി, അതാണ് ഇനി കാണേണ്ടത്. ഇപ്പോൾ ഇറാൻ വീണ്ടും പ്രകോപിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മളേറെ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇറാൻ്റെ ഈ അയത്തുള്ള അലി ഖമനേയി പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. അതായത് വിവേകമുള്ള ഒരു രാജ്യം പോലും ഇറാനോട് ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിക്കില്ല. അപ്പോൾ ഇത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടായി, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും വീണ്ടും ഖമനേയി പ്രകോപനപരമായിട്ടാണ് സംസാരിക്കുന്നത്. മാത്രമല്ല, ഞങ്ങൾക്കെതിരെ ഏതെങ്കിലും ഒരു ആക്രമണം നടത്തി എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞാൽ ഞങ്ങളുടെ തിരിച്ചടി അവർ സങ്കല്പിക്കുന്നതിനപ്പുറമാണ്. അതായത് ഇറാൻ കളി തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇറാൻ്റെ ഇനി കളികൾ കാണാനിരിക്കുന്നുള്ളൂ. എന്തൊക്കെയാണ് അപ്പോൾ ഖമനേയി പറയുന്നത്. പക്ഷെ ഖമനേയി വളരെ സേഫാണ്. പുള്ളി ഏത് ബങ്കറിലാണെന്ന് അറിയത്തില്ല. ഒരു 6 മണിക്കൂർ ഒരു ബങ്കറിൽ, അടുത്ത 6 മണിക്കൂർ അടുത്ത ബങ്കർ എന്ന് പറഞ്ഞാൽ ബങ്കറോടെ ബങ്കറിൽ. അല്ല, ഇത് ഇങ്ങനെയാണല്ലോ. മറ്റേ ഹമാസിന്റെ നേതാക്കന്മാരൊക്കെ ബങ്കറിന്റെ അകത്തായിരുന്നു. അവസാനം മരിച്ച ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴൊക്കെയാണ് ബോഡികൾ തന്നെ തിരിച്ചു കിട്ടിയത്. അതുപോലെ 85-86 വയസ്സായില്ലേ, ഇനി സ്വർഗത്തിൽ പോയി കൂറികളടുത്ത കാഴ്ച പൊളിക്കേണ്ട സമയമായി. അത് ഇവിടെ ഇപ്പോൾ എന്താ പറയുന്നത് അറിയോ? ഈ ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ ഇറാൻ്റെ സൈനിക മേധാവികൾ, ആണവ ശാസ്ത്രജ്ഞന്മാർ, ഇൻ്റലിജൻസ് മേധാവികളെല്ലാം കൊല്ലപ്പെട്ടു. അപ്പോൾ ഇത്രയും നാൾ ഈ പറയുന്ന അയത്തുള്ള അലി ഖമനേയി എന്ന് പറയുന്നത് എല്ലാത്തിലും ഒപ്പിട്ടാൽ മതിയായിരുന്നു. എന്ത് ചെയ്യണം, ഏത് രീതിയിലുള്ള ഓപ്പറേഷൻ നടത്തണം, ഏത് രീതിയിലുള്ള അറ്റാക്ക് നടത്തണം, ഇതെല്ലാം തന്നെ നിശ്ചയിക്കുന്ന ഭൗതിക കേന്ദ്രങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ, ഇൻ്റലിജൻസ് വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കേന്ദ്രങ്ങൾ, ഇതെല്ലാം തന്നെ കൊല്ലപ്പെട്ടു. അത്തരത്തിലൊരു ആക്രമണം നടത്തിയതോടുകൂടി അയത്തുള്ള അലി ഖമനേയി എന്ന് പറയുന്ന ആൾ ഒറ്റപ്പെട്ടു പോയി. അവിടുത്തെ സൈന്യത്തിന് നാഥനില്ലാത്ത അവസ്ഥയായി. അപ്പോൾ എന്ത് ചെയ്യുമെന്നുള്ള അവസ്ഥ ഇവർക്ക് പ്രശ്നം. ഇപ്പോഴും ലോകരാജ്യങ്ങൾ സംശയിക്കുന്നത് ഫൊർദോ എന്ന് പറയുന്ന തികച്ചും റൂറലായ ഒരു മേഖലയിൽ അവർക്കൊരു ആണവ കേന്ദ്രമുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഗവേഷണ കേന്ദ്രമുണ്ട്. അവിടെ ആയുധങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അന്തം വിട്ടവൻ എന്തും ചെയ്യുമെന്നതുപോലെ ഇറാൻ ആണവായുധം എടുത്ത് പ്രയോഗിക്കാം. കാരണം നമുക്കറിയാലോ, ഹിരോഷിമയിലും നാഗസാക്കിയിലും ആണവായുധം പ്രയോഗിച്ചതിൻ്റെ ദൂഷ്യഫലങ്ങളെ നമ്മൾ കണ്ടിട്ടുള്ളൂ. കാലം എത്രയോ
വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോൾ അത്യന്താധുനികമായ ആണവായുധങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കും, അല്ലെങ്കിൽ നിലവിലെ ഭരണകൂടത്തെ ഞങ്ങൾ ഇവിടെ നിന്ന് മാറ്റും. ഇതാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പ്രഖ്യാപിത നയം. അതിനോട് ഇപ്പോൾ അമേരിക്കയും യോജിച്ചു. എത്രയും പെട്ടെന്ന് ഒരു കോൺഫറൻസ് മീറ്റിങ്ങിന് നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാകണം. ഇതിനിടയ്ക്ക് റഷ്യ ട്രംപിനോട് പറയുന്നു, നിങ്ങൾ കയറി ആവശ്യമില്ലാതെ യുദ്ധത്തിൽ ഇടപെടരുത്, ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം. ജർമ്മനി വന്ന് ഇറാനോട് പറയുന്നു, നിങ്ങൾ എത്രയും പെട്ടെന്ന് സമയം വൈകില്ല, ചർച്ചയ്ക്ക് തയ്യാറാകണം. അപ്പോൾ ലോകരാജ്യങ്ങളൊക്കെ ഈ ചർച്ചയ്ക്ക് ഇവിടെ തയ്യാറാകുന്നു. പക്ഷേ ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ലക്ഷ്യം ഇനി ഫൊർദോ എന്ന് പറയുന്ന ലോകത്തെ ചാരക്കണ്ണുകളിൽ നിന്ന് മറച്ചു വെച്ച ആണവ കേന്ദ്രത്തെ തകർക്കണം. അതിന് ബങ്കർ ബസ്റ്റർ മിസൈലുകൾ വേണം. അതിനി അമേരിക്ക നൽകുമോ, അമേരിക്ക നേരിട്ട് കൊണ്ടുവന്ന് അറ്റാക്ക് ചെയ്യുമോ എന്നുള്ളതൊന്നും അറിയില്ല. പക്ഷേ അയത്തുള്ള അലി ഖമനൈ എന്ന് പറയുന്ന മത നേതാവ് തുടർച്ചയായി പ്രകോപനം സൃഷ്ടിക്കുന്നത് അത്ര നല്ല രീതിയിലാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. ആയത്തുള്ള അലി ഖമനയുടെ ഇത്തരം പ്രകോപനങ്ങൾ ഇറാന്റെ വിനാശത്തിലേക്കാണ് പോകുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.